നേരത്താണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. നിദ്ര ഞെട്ടലോടെ അവനെ നോക്കി. തൻ്റെ ഫ്രോക്ക് താഴ്ന്നു പോകുന്നത് പൊക്കി വെച്ചുകൊണ്ട് അവൾ അവൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ദൈവമേ, അവർ വന്നു എന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? നിദ്ര ഒരുതരം ഭയത്തോടെ പറഞ്ഞു. അതിനെന്താ, വരട്ടെ, ഷോൺ നിസാരമട്ടിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ചുളിഞ്ഞ ഷർട്ട് നേരെയാക്കി. എന്താന്നോ, എന്നെ ഈ കോലത്തിൽ കണ്ട അവരെന്ത് കരുതും? അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിദ്ര പറഞ്ഞു. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവനും തോന്നി. വീണ്ടും 2-3 തവണ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം ഉയർന്നു. നിദ്ര, നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് ഡ്രസ്സ് മാറ്, ഞാൻ ഡോറ് തുറക്കാം. ഷോൺ അതും പറഞ്ഞുകൊണ്ട് ഡോറിനരികിലേക്ക് നടന്നു. നിദ്ര തൻ്റെ ഡ്രസ്സും കൂട്ടി പിടിച്ചു മുറിയിലേക്ക് ചെന്നു. ഷോൺ തൻ്റെ ഷർട്ടും മുടിയും ഒന്നുകൂടെ നേരെയാക്കി ഡോർ തുറന്നു. നിഖിലിനെയും മാധവിയെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഡോർ തുറന്ന ഷോൺ കാണുന്നത് സനീഷിനെയും. സനീഷിനെ കണ്ട ഷോണിൻ്റെ മുഖഭാവം പൊടുന്നനെ മാറി. പ്രതീക്ഷിക്കാതെ ഷോണിനെ അവിടെ കണ്ട ഞെട്ടലിലാണ് സനീഷും. താനെന്താ ഈ നേരത്തെ ഇവിടെ? ഷോൺ സനീഷിനോടായി ചോദിച്ചു. അത് പിന്നെ നിഖിൽ വിളിച്ചു പറഞ്ഞു അവർ വരാൻ വൈകുമെന്നും നിദ്ര ഇവിടെ ഒറ്റക്കാണെന്നും, അങ്ങനെ വന്നതാ. സനീഷ് പറഞ്ഞത് കേട്ട് ഷോണിൻ്റെ മുഖം ചുളുങ്ങി. ഉള്ളിൽ തോന്നിയ നീരസം പുറത്ത് കാണിക്കാതെ ഷോൺ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സനീഷ് പോയിക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ. അവർ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്തായാലും നിദ്രയുടെ കാര്യത്തിൽ സനീഷിന് ഇത്രയും കരുതലുണ്ടെന്ന് അറിഞ്ഞതിലേ സന്തോഷം. എന്നാ പിന്നെ സനീഷ് ചെല്ല്. ഷോണിൽ നിന്നും മുതിർന്നു വന്ന വാക്കുകൾക്ക് മറുപടിയായി സനീഷ് ഒന്ന് പുഞ്ചിരിച്ചു. നിദ്ര ഒറ്റക്കാണെന്ന് പറഞ്ഞ് നിഖിൽ വിളിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഓടി വന്നതായിരുന്നു സനീഷ്. അവളോട് അവൻ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. കോളിംഗ് ബെൽ അമർത്തുമ്പോൾ അവൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഷോൺ വന്ന് മുന്നിൽ നിന്നപ്പോൾ അവൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ. താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഷോണിനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി സനീഷ് തിരിഞ്ഞു നടന്നതും ഷോൺ ഡോർ അടച്ച് ലോക്കിട്ടു. ഡോർ അടയുന്ന ശബ്ദം കേട്ട് സനീഷ് നടത്തം അവസാനിപ്പിച്ചു തിരിഞ്ഞു നോക്കി. മുൻവശത്തെ ഡോറും അടച്ച് ഷോൺ നിദ്ര അന്വേഷിച്ചു അകത്തേക്ക് നടന്നു. ഒടുവിൽ നിദ്രയുടെ മുറിയുടെ അരികിലെത്തിയതും നിദ്ര മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. ആ നിമിഷം ഇരുവരുടെയും നെറ്റി തമ്മിൽ കൂട്ടിമുട്ടി. ഷോൺ തൻ്റെ നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞുകൊണ്ട് നിദ്രയെ നോക്കി ദഹിപ്പിച്ചപ്പോൾ അവളും തൻ്റെ നെറ്റി ഒഴിയുന്നുണ്ട്. നിനക്ക് നോക്കി നടന്നൂടെ? മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയി, ഷോൺ അല്പം കടുപ്പിച്ച് പറഞ്ഞു. അപ്പോഴാണ് അവൻ അവളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്. നേരത്തെ ഇട്ട ഡ്രസ്സ് മാറി ഏതാണ്ട് അതുപോലത്തെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. തന്നോടുള്ള വാശിപ്പുറത്ത് ചെയ്തതാണെന്ന് അവന് മനസ്സിലായി. ഇനി ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി ഷോൺ മിണ്ടാതിരുന്നു. ഡോക്ടർക്ക് നോക്കി നടന്നാൽ എന്താ, എനിക്കും വേദനിച്ചിട്ടുണ്ട്, അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ മുന്നോട്ട് നടക്കാൻ നേരം ഒന്നുകൂടി അവൾ തിരിഞ്ഞു നടന്നു. അവൻ്റെ നെറ്റിയിൽ കൊണ്ടുപോയി വീണ്ടും തൻ്റെ നെറ്റി ഇടിച്ച് അവൾ ഓടാനൊരുങ്ങി. അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണ നിമിഷം നിദ്ര ഒന്ന് തിരിഞ്ഞു നോക്കി. ഷോണിൻ്റെ കണ്ണുകളിൽ ദേഷ്യവും കളിയുമൊക്കെ കലർന്നൊരു തിളക്കമുണ്ടായിരുന്നു. ഒരിക്കൽ ഇടിച്ചത് പോരായിരുന്നോ? ഇനി രണ്ടാമതും വേണമായിരുന്നോ? അവൻ അല്പം കുനിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് അബദ്ധത്തിൽ പറ്റിയതാ, നിദ്ര ചുണ്ടു കൂർത്തുകൊണ്ട് മറുപടി പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്ന ചിരി ഷോണിന് വ്യക്തമായിരുന്നു. അബദ്ധം? അവനൊന്ന് പുഞ്ചിരിച്ചു. രണ്ടാമത്തെ ഇടിയും അബദ്ധമായിരുന്നു നിദ്ര? അവൾ മറുപടി പറയാതെ മുഖം തിരിച്ചു. ഷോണിൻ്റെ പിടിയിൽ നിന്നും കൈ വിടുവിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ വിരലുകൾ വീണ്ടും അവളിൽ മുറുകി. അവൻ്റെ മുഖം അത്രയും അടുത്തായിരുന്നു. അവൾ കണ്ണുയർത്തി നോക്കിയതും ഷോണിൻ്റെ നോട്ടം നേരെ അവളുടെ കണ്ണുകളിൽ തങ്ങി നിന്നു. ആ നോട്ടം സഹിക്കാനാവാതെ അവൾ വീണ്ടും കണ്ണുകൾ താഴ്ത്തി. അവളുടെ പരിഭ്രമം കണ്ടപ്പോൾ ഷോണിൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി നെറ്റിയിടിക്കണമെങ്കിലേ നേരത്തെ പറഞ്ഞാൽ മതി, അവൻ ചുണ്ടോട് ചുണ്ട് ചേർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാനേ തയ്യാറായി നിൽക്കാം. അടുത്ത നിമിഷം അവൻ അവളുടെ കൈ സ്വതന്ത്രമാക്കി. അല്ല, അമ്മയും ഏട്ടനും വന്നില്ലേ? അവൾ വിഷയം മാറ്റി. ഇല്ല, അവൻ മറുപടി പറഞ്ഞു. പിന്നെ ആരാ ഇപ്പോൾ വന്നേ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് നിദ്ര ചോദിച്ചു. അത് അവനാ, നിന്റെ ഏട്ടൻ്റെ കൂട്ടുകാരൻ. ആര്? സനീഷ് ഏട്ടനോ? എന്നിട്ട് എവിടെ? ഞാൻ പേരൊന്നും ചോദിച്ചില്ല,
നീ ഒറ്റയ്ക്കാണെന്ന് കരുതി നിന്റെ ഏട്ടൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. നല്ല ബെസ്റ്റ് ആങ്ങളാ. രാത്രിയിൽ പെങ്ങൾക്ക് കൂട്ടിരിക്കാൻ ഏതോ ഒരുത്തനെ പറഞ്ഞയച്ചിരിക്കുന്നു. അങ്ങനെ ഏതോ ഒരുത്തനൊന്നുമല്ല സനീഷേട്ടൻ. എനിക്ക് നിഖിലേട്ടനെ പോലെ തന്നെയാ. ആയിരിക്കാം, പക്ഷെ അവൻ അങ്ങനെ അല്ലെങ്കിലോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളൊരു സംശയരോഗി തന്നെ. സനീഷേട്ടൻ ഒരു പാവാ. ഓ, അപ്പോൾ ഞാനൊരു സംശയരോഗിയായി. അവൻ പതിയെ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. രാത്രി സമയം വീട്ടിൽ ഒറ്റയ്ക്കൊരു പെൺകുട്ടി, അവൾക്കൊപ്പം രക്തബന്ധമില്ലാത്തൊരാൾ. അത് കണ്ടിട്ട് ചോദിച്ചാ ഞാൻ തെറ്റുകാരനാവോ നിദ്ര? സനീഷേട്ടനെ കുറിച്ച് അങ്ങനെ സംസാരിക്കണ്ട. നിദ്രയുടെ ശബ്ദം കടുപ്പമായി. സനീഷേട്ടൻ അങ്ങനെ ഒരാളല്ല. നിനക്ക് ഉറപ്പുണ്ടോ? ഷോൺ ഒരു പടി കൂടി അവളുടെ അടുത്തേക്ക് വന്നു. ഒരാണിൻ്റെ മനസ്സ് മറ്റൊരാണിന് പെട്ടെന്ന് മനസ്സിലാവും നിദ്ര. മതി. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. എല്ലാവരും നിങ്ങളെപ്പോലെയാണെന്ന് വിചാരിക്കണ്ട. ആ വാക്കുകൾ കേട്ട നിമിഷം ഷോണിൻ്റെ മുഖത്തെ ചിരി പൂർണ്ണമായി മാഞ്ഞു. കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞു. എന്നെപ്പോലെ? അവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. നിദ്രയ്ക്ക് അപ്പോഴാണ് താൻ പറഞ്ഞതെക്കുറിച്ച് കടന്നുപോയെന്ന് മനസ്സിലായത്. പക്ഷെ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾ തിരികെ എടുക്കാൻ അവൾക്കായില്ല. ഷോൺ പതിയെ അവളുടെ മുന്നിൽ വന്നു നിന്നു. ഇരുവരും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ എങ്ങനെയുള്ള ആളാണെന്നാണ് നിനക്ക് തോന്നുന്നത്? അവൻ്റെ ശബ്ദം ഇപ്പോൾ ഒരുതരം ശാന്തതയിലായിരുന്നു. പക്ഷെ കണ്ണുകളിലെ ഭാവം അവളെ കൂടുതൽ ഭയത്തിലാഴ്ത്തി. നിദ്ര അറിയാതെ പിന്നിലേക്ക് ഒരുപടി നീങ്ങി. പക്ഷെ പിന്നിൽ ഭിത്തി തട്ടിയതോടെ അവൾ അവിടെ തന്നെ നിന്നുപോയി. ഭിത്തിയിൽ തട്ടി നിന്ന നിമിഷം നിദ്രയുടെ ശ്വാസമൊന്ന് കുടുങ്ങി. ഷോൺ ഇപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ണുകളിൽ ദേഷ്യവും വേദനയും ചേർന്നൊരു വിചിത്രമായ തീക്ഷ്ണത. പറയൂ നിദ്ര, അവൻ മന്ദമായി ചോദിച്ചു. ഞാൻ എങ്ങനെയുള്ള ആളാണെന്നാണ് നിനക്ക് തോന്നുന്നത്? ആ നിമിഷം അവൻ്റെ ശബ്ദം ഉയർന്നിരുന്നില്ല. പക്ഷേ അതിലെ നിയന്ത്രിച്ച കോപം തന്നെയായിരുന്നു നിദ്രയെ കൂടുതൽ ഭയപ്പെടുത്തിയത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അവൾ പതിയെ പറഞ്ഞു. പക്ഷേ പറഞ്ഞല്ലോ. അവൻ ഉടനെ മറുപടി നൽകി. അതും പറഞ്ഞു അവൾ ഒന്നുകൂടെ നോക്കി. അവൻ സെറ്റിയിൽ വന്നിരുന്നു. അവൻ തൻ്റെ നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞുകൊണ്ട് സെറ്റിയിൽ കണ്ണടച്ച് കിടന്നു. അതെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ചായ വേണോ കോഫി വേണോ? അല്പനേരം കഴിഞ്ഞ് അവൻ്റെ അരികിൽ വന്നിരുന്നുകൊണ്ട് നിദ്ര ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറയാതെ അതുപോലെ കിടന്നു. ഡോക്ടറെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൾ എന്തോ പറയാൻ വന്നതും അവൻ കൈ ഉയർത്തി തടഞ്ഞു. ഒന്ന് പോയി തരുമോ? മനുഷ്യനെ തല വേദനിച്ചിട്ട് വയ്യ. എനിക്ക് നിന്റെ ചായയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നതാ, അതെൻ്റെ തെറ്റ്. നിദ്ര പിന്നെ കൂടുതൽ ഒന്നും പറയാൻ നിൽക്കാതെ അടുക്കളയിലോട്ട് നടന്നു. ആ നേരത്താണ് ഷോണിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിക്കുന്നത്. ഷോൺ തൻ്റെ ഫോൺ ചെവിയോട് അടുപ്പിച്ചു. അത് ഷോണിൻ്റെ സുഹൃത്ത് ഡോക്ടർ മഹേഷ് ആയിരുന്നു. ആ മഹി, പറയടാ. ഷോൺ, നീ വീട്ടിലെത്തിയോ? നമുക്കൊന്ന് പുറത്ത് പോയാലോ? കുറേ നാളായില്ലേ പുറത്തൊക്കെയും പോയിട്ട്. എടാ, ഞാനില്ലടാ, എനിക്കിന്ന് വരാൻ പറ്റില്ല. എടാ, എന്താടാ കാര്യം? മഹി ചോദിച്ചു. എടാ, ഞാനിപ്പോൾ എൻ്റെ ഫിയാൻസിയുടെ കൂടെയാ. ഷോൺ, ഈ നേരത്തെ നീ അവിടെ എന്തെടുക്കുക? അവളെ വീട്ടിലൊറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ നിന്നു. ഓ, അപ്പോൾ അതുവരെ എത്തി കാര്യങ്ങൾ. എടാ അളിയാ, ഇനി കെട്ടി നടക്കാൻ 4-5 ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടടാ. ഒന്ന് പോടാ. നീ കരുതും പോലെ ഞാൻ ആ മൂഡിലല്ല ഇപ്പോൾ ഉള്ളത്. ഓ, പിന്നെ ഏത് മൂഡിലാ സാറുള്ളേ? സത്യം പറ ഷോൺ, നീ അവളെ ഇഷ്ടത്തോടെ അല്ലേ സ്വീകരിക്കുന്നത്? അല്ലാതെ പറ്റില്ലല്ലോ. എൻ്റെ പപ്പയ്ക്കും കർത്താവിനും വാക്ക് കൊടുത്തു പോയില്ലേ, ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട് നടന്നോളാന്ന്. ആ വാക്ക് തെറ്റിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പപ്പ എന്നും എനിക്ക് ബെസ്റ്റ് മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. ഇതും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അരപ്പിരി ലൂസാണേലും ആളൊരു പാവാണ്. ഷോണിൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ ഡോക്ടർ സാർ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അല്ലേ? അങ്ങനെയും പറയാം. പക്ഷെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേ പെണ്ണ് ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ ചൊറിയാൻ വരും. അങ്ങനെ ഇന്നലെ ചൊറിയാൻ വന്നതാ. ഞാൻ നന്നായി മാന്തി വിട്ടു. അവസാനം അവൾ കരഞ്ഞപ്പോൾ എന്തോ വിഷമം തോന്നി. ഇന്നലെ കരയിപ്പിച്ചതല്ലേ, ഒന്ന് സമാധാനിപ്പിച്ചിക്കാന്ന് കരുതി നേരെ ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പതേ പിന്നെയും ചൊറിയാൻ വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇതൊരു നടക്ക് പോവില്ല.
എടാ ഷോൺ, ഇങ്ങനെ പോയാൽ മതിയോ? ഉള്ളിലുള്ള സ്നേഹവും ആ കൊച്ചിനോട് അങ്ങ് തുറന്ന് പറയാം. ഒന്നുമില്ലേലും 6 മാസത്തോളം നിന്റെ പിറകെ നടന്ന കൊച്ചല്ലേ. വരട്ടെ പറയാം. അവൾക്കേ ഒരെല്ല് കൂടുതലാ, അതങ്ങ് ഞാൻ ഊരിക്കളയുന്നുണ്ട്. എന്നിട്ട് നോക്കാം നിദ്ര വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഷോൺ പറഞ്ഞു. അതുവരെ ഞാനേ അവളെ ഇങ്ങനെ വട്ട് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എടാ മഹി, നീ എനിക്ക് നിങ്ങളുടെ ആചാരപ്രകാരമുള്ള വിവാഹത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരണം. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതേ ക്ഷേത്രത്തിൽ വെച്ചാ. അവളുടെ വിശ്വാസം അതുകൂടി ഞാൻ നോക്കണ്ടേ. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ എപ്പോഴേ അവളെ എൻ്റെ ഭാര്യയാക്കി കഴിഞ്ഞു. ഓ, അതുവരെ എത്തി കാര്യങ്ങൾ. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇപ്പം തന്നെ വേണോ അതോ നാളെ മതിയോ? നാളെ നേരിൽ കാണുമ്പോൾ മതി. എടാ മഹി, ഇപ്പം ഞാൻ വെക്കട്ടെ. അവളിപ്പോൾ എനിക്കുള്ള ചായയായി വരും. ഞാൻ ഇത്തിരി ജാട ഇറക്കട്ടെ. അതും പറഞ്ഞ് ഷോൺ ചെറുചിരിയോടെ കോൾ അവസാനിപ്പിച്ചു. ഫോൺ തിരികെ പോക്കറ്റിലിട്ട് അവൻ വാതിൽക്കലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ചെറിയൊരു കുസൃതിയും കാത്തിരിപ്പും കലർന്നിരുന്നു. അല്പം നിമിഷങ്ങൾക്കകം കയ്യിൽ ചായക്കപ്പുമായി നിദ്ര അകത്തേക്ക് നടന്നു വന്നു. അവളെ കണ്ടതും ഷോൺ കണ്ണുകൾ ഇറകെ പൂട്ടി സോഫയിലേക്ക് ചാഞ്ഞു. ചായ. അവനിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനാണെങ്കിൽ കേട്ട ഭാവം നടിക്കാതെ അതുപോലെ കിടന്നു. അതിനിടയിൽ അവൻ തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിയുന്നുണ്ട്. അവന് നല്ല പോലെ തല വേദനിക്കുന്നുണ്ടാവും എന്ന തോന്നലിൽ അവൾ പതുക്കെ അകത്തേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ടതും ഷോൺ കിടന്നിടത്തു നിന്നും ഇടം കണ്ടിട്ട് നോക്കി. എവിടേക്കാണിപ്പോൾ പോകുന്നത് എന്ന കൗതുകം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നു. അല്പസമയം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവളുടെ കയ്യിൽ ചെറിയൊരു ബാം കുപ്പിയുണ്ടായിരുന്നു. അവളെ കണ്ട നിമിഷം തന്നെ ഷോൺ വേഗം കണ്ണുകൾ പൂട്ടി അതുപോലെ കിടന്നു. തൻ്റെ അരികിലേക്ക് അവൾ വന്ന് നിൽക്കുന്നതും അവളുടെ മൃദുവായ ശ്വാസം പോലും തനിക്കരികിൽ പതിയുന്നതും അവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ കണ്ണുകൾ തുറക്കാൻ അവൻ തയ്യാറായില്ല. അവൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. മുന്നും പിന്നും നോക്കാതെ ഉമ്മിച്ച് കളയുന്ന പെണ്ണാണ്. ഇനിയിപ്പോൾ വീണ്ടും എന്തെങ്കിലും പരിപാടിയാണോ? അവൻ ഉള്ളിൽ തന്നെ ആത്മഗതിച്ചു. അപ്പോഴാണ് അവൻ്റെ നെറ്റിയിൽ ഒരു തണുപ്പ് പതിഞ്ഞത്. ചെറുതായി ഞെട്ടിയെങ്കിലും അവൻ കണ്ണു തുറന്നില്ല. ബാമിൻ്റെ മണം പതിയെ അവനെ ചുറ്റിപ്പറ്റി. അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. തൻ്റെ അനുവാദം പോലും ചോദിക്കാതെ അതീവ ശ്രദ്ധയോടെ അവൻ്റെ നെറ്റിയിൽ ബാം പുരട്ടുകയാണ് അവൾ. അവളുടെ വിരലുകൾ നെറ്റിയിലൂടെ പതുക്കെ നീങ്ങുമ്പോൾ ഷോണിൻ്റെ നെഞ്ചിനുള്ളിൽ ഇതുവരെ അനുഭവിക്കാത്ത അനുഭൂതി നിറഞ്ഞു. ഈ നിമിഷം ഒരിക്കൽ അവസാനിക്കരുത് എന്ന് അവൻ ആഗ്രഹിച്ചു പോയി. അവൻ കുറച്ചു നേരം അതുപോലെ കിടന്നു. തന്നിൽ നിന്നും അവളുടെ സാമീപ്യം തിരിച്ചറിഞ്ഞ ഷോൺ കണ്ണു തുറന്നു. അവൾ അവനെ ശ്രദ്ധിക്കാതെ നേരത്തെ കൊണ്ടുവന്ന ചായക്കപ്പ് തിരികെ കൊണ്ടുപോവുകയാണ്. അതിങ്ങ് തന്നേക്ക്. ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. നേരത്തെ വലിയ ജാടയായിരുന്നല്ലോ. ഇതെന്തായാലും തണുത്തു, ഞാൻ വേറെ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അവൾ അടുക്കളയിലോട്ട് നടന്നു. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം 9 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. അവരെപ്പോഴായിരിക്കും തിരിച്ചു വരിക എന്ന തോന്നലിൽ നിഖിലിനെ വിളിച്ചു. ഹലോ അളിയ. മറുസൈഡിൽ നിന്നും നിഖിലിൻ്റെ ശബ്ദം ഉയർന്നു. നിഖിലെ, നിങ്ങൾ എത്താറായോ? ഷോൺ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. സനീഷ് പറഞ്ഞു അളിയന് വീട്ടിലുണ്ടെന്ന്. അത് പിന്നെ അളിയ, പെട്ടെന്ന് അമ്മയുടെ അടുത്ത ബന്ധു മരിച്ചുപോയി. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വരാൻ എന്തായാലും വൈകും. നിദ്രയെ അപ്പുറത്തെ വീട്ടിലെ സരളേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് അളിയൻ വീട്ടിലേക്ക് പോയിക്കോ. നിഖിൽ പറഞ്ഞത് കേട്ടതും ഷോണിന് ദേഷ്യമാണ് വന്നത്. പിന്നെ അത് പ്രകടിപ്പിക്കാതെ സംസാരിച്ചു തുടങ്ങി. സരളേച്ചിയോ? അതാരാ? അത് എൻ്റെ കൂട്ടുകാരൻ സനീഷിൻ്റെ അമ്മയാ. അവൻ്റെ അനിയത്തിയും നിദ്രയും കൂട്ടുകാരികളാ. വിശ്വസിക്കാൻ പറ്റുന്നവരളിയാ. ഓ, അങ്ങനെയാണല്ലേ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ. നിഖിൽ പോയിട്ട് വാ. നിങ്ങൾ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അളിയ, മരണവീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ചിലപ്പോൾ തിരികെ എത്താൻ രാവിലെ ആവും. അത് കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ. തൻ്റെ അനിയത്തിയെ ഞാൻ പിടിച്ചു തിന്നൊന്നുമില്ല. ഒന്നുമില്ലേലും 4 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ആവേണ്ടവളല്ലേ. താൻ ധൈര്യമായിട്ട് പോയിക്കോ. അളിയ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അളിയന് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി പറഞ്ഞതാ. നിഖിലിൻ്റെ സ്വരം താഴ്ന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിഖിൽ. ഈ രാത്രിയിൽ അവളെ അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോഴേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത്രയും പറഞ്ഞ് ഷോൺ കോൾ അവസാനിപ്പിച്ചു. ഷോൺ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. ആ നേരത്താണ് നിദ്രയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഷോൺ അടുക്കളയിലോട്ട് ഓടി. അടുക്കളയിലെത്തിയ ഷോണിൻ്റെ നെഞ്ചിലേക്ക് അവൾ കാറ്റിലും വേഗത്തിൽ അണഞ്ഞു. അവൾ അവനെ ഇറുകെ പുണർന്നു. അവൾ നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും അവൾ നല്ല പോലെ പേടിച്ചിട്ടുണ്ടെന്ന് അവന് വ്യക്തമായി.
തിരികെ അവൻ്റെ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചു. നിദ്ര, എന്താ പറ്റിയേ? അവൻ തിരക്കി. അവിടെ അവിടെ ആരോ. തുറന്നു കിടക്കുന്ന ജനാല കാട്ടിക്കൊണ്ട് നിദ്ര ഒരുതരം ഭയത്തോടെ പറഞ്ഞു. അവളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ വിരലുകൾ മുറുകെ പിടിച്ചു. ഞാൻ പേടിച്ചു. വാക്കുകൾ മുഴുവനാക്കാതെ നിദ്ര പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. ഷോൺ നിദ്രയെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൾ അവനിൽ നിന്നുള്ള പിടി വിട്ടതേയില്ല. അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ പതുങ്ങിയതേയുള്ളൂ. അവളെ ചേർത്ത് പിടിച്ചു ജനാലയുടെ അരികിൽ ചെന്ന് നോക്കിയെങ്കിലും അവിടെ ആരുമില്ലായിരുന്നു. ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അവൾ അടർത്തി മാറ്റി അടുക്കള വാതിൽ തുറന്നു നോക്കി. പുറത്തെ വരാന്തയിലെ ഗ്രിൽ പൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കീ എവിടെ? ഷോൺ ചോദിച്ചതും നിദ്ര അതിൻ്റെ ചാവി കൊണ്ടുവന്ന് ഷോൺ അത് തുറന്നു. വേണ്ട, അങ്ങോട്ട് പോണ്ട, അവൾ ഒരു തരം ഭയത്തോടെ പറഞ്ഞു. അവനത് കാര്യമാക്കാതെ തൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവിടെയൊക്കെയും പരിശോധിച്ചു. അവിടെയെങ്ങും ആരുമില്ല എന്നുറപ്പ് വരുത്തി അവൻ തിരികെ ഗ്രില്ല് പൂട്ടി. അടുക്കള വാതിലും അടച്ചു കുറ്റിയിട്ടു. തുറന്നു കിടക്കുന്ന അടുക്കള ജനാലയും അടച്ചു. അവൾ അപ്പോഴും ഒരുതരം ഷോക്കിലായിരുന്നു. ഞാൻ ശരിക്കും കണ്ടതാ, അവിടെ ആരോ ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെ, നിന്റെ അമ്മയും ഏട്ടനെയും ഇനി നോക്കണ്ട, അവരിനി രാവിലെ എത്തുള്ളൂ. വിഷയം മാറ്റാനായി ഷോൺ പറഞ്ഞു. അയ്യോ, അപ്പം ഞാനെന്ത് ചെയ്യും? നിദ്ര അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്തു ചെയ്യാൻ? വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനില്ലേ ഇവിടെ. ഞാനിന്നിനി പോണില്ല, ഇവിടെ അങ്ങ് കൂടാൻ പോവുക. അവൻ്റെ പറച്ചിൽ കേട്ട് നിദ്ര വാ പൊളിച്ചു നിന്നു. ആ വായ പൂട്ടി ഇല്ലല്ലേ, ഈച്ച കയറും. അവൻ പറഞ്ഞതും അവൾ സ്വബോധത്തിലേക്ക് വന്നു. ചായ റെഡിയായോ? അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന് തലയനക്കി. എന്നാ പെട്ടെന്ന് റെഡിയാക്ക്, എനിക്ക് നല്ല വിശപ്പ്. കഴിക്കാനൊന്നുമില്ല ഇവിടെ? ഇല്ല, ഞങ്ങൾ രാവിലെ ഷോപ്പിങ്ങിന് പോയതാ, വൈകുന്നേരം വന്നേ. പിന്നെ ഒന്നും ഉണ്ടാക്കാതെയാ അമ്മ പോയത്. വരുമ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? ചായയും ബുൾസയും ഉണ്ടാക്കാൻ അറിയും. വാവ്, ഗ്രേറ്റ്. പപ്പടം കാച്ചാൻ അറിയില്ലേ? അതാണല്ലോ നിങ്ങളുടെ മാസ്റ്റർ പീസ് ഐറ്റം. അല്ല, ഭവതിക്ക് വേറെ വല്ലതും അറിയുമാവോ? ആ, എനിക്ക് മാഗി ഉണ്ടാക്കാൻ അറിയാം. ഇവിടെ മാഗി ഇരിപ്പുണ്ട്, ഞാനേ ഡോക്ടർക്ക് അതുണ്ടാക്കി തരട്ടെ. എൻ്റെ കർത്താവേ, ജീവിതകാലം മുഴുവനും 3 നേരം മാഗി തിന്ന് ജീവിക്കേണ്ടി വരുമോ എന്തോ. ഷോൺ ആത്മകഥം പറഞ്ഞുകൊണ്ട് ദയനീയ ഭാവത്തിൽ അവളെ നോക്കി. മാഗിയെങ്കിലും മാഗി, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇത് പെട്ടെന്ന് ഉണ്ടാക്ക്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഇവിടെ എവിടെയാണ് വാഷ്റൂമുള്ളത്? നമ്മുടെ അല്ല, എൻ്റെ മുറിയിലുണ്ട്. അതും പറഞ്ഞവൾ നാക്ക് കടിച്ചു. അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചു മുന്നോട്ട് നടന്നു. എന്നാ ഞാൻ കൂടി വരാം, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. അവൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് അവൾ പറഞ്ഞു. എങ്ങോട്ട്? വാഷ്റൂമിലേക്കോ? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, മുറിയിലേക്ക്, അവൾ ചമ്മലോടെ പറഞ്ഞു. നിദ്ര അവന് തൻ്റെ മുറി കാട്ടിക്കൊടുത്തു. ഇൻ ചെയ്തു വെച്ച ഷർട്ട് പുറത്തിടുന്ന നേരത്താണ് അവളുടെ നോട്ടം തന്നിലാണെന്ന് അവന് മനസ്സിലാവുന്നത്. നീ എന്താ ഇങ്ങോട്ട് നോക്കുന്നത് എന്ന പോലെ അവൻ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചമ്മലോടെ മുഖം തിരിച്ചു. അവൾ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയ നേരം പേടിച്ചിട്ടാണെങ്കിൽ അവൾ തിരികെ അടുക്കളയിലോട്ട് നടന്നു. അവൻ തിരികെ വരുമ്പോൾ താൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടമായില്ലെങ്കിലോ എന്നവൾ കരുതി. ഷോൺ വാഷ്റൂമിൽ നിന്ന് തിരികെ വരുമ്പോൾ മുറിയിൽ അവൾ ഇല്ലായിരുന്നു. ഇതെവിടെ പോയി എന്നും ചിന്തിച്ചുകൊണ്ടവൻ മുറിയിൽ നിന്നിറങ്ങി. അവൾ അടുക്കളയിലാണെന്ന് കണ്ടത് അവൻ TV ഓൺ ചെയ്ത് സെറ്റിയിലിരുന്നു. ആ നേരത്താണ് സാറയുടെ കോൾ വരുന്നത്. ഇനിയിപ്പോൾ മമ്മിയോട് എന്ത് പറയും എന്ന ആശയക്കുഴപ്പത്തിൽ അവൻ TVയുടെ വോളിയം മ്യൂട്ട് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്തു. ഷോൺ, നീ എന്താ വരാൻ വൈകുന്നേ? മമ്മി, അത് പിന്നെ ഇന്ന് ഞാൻ വരുന്നില്ല. ഒരു എമർജൻസി കേസ് വന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ വേണം. ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഒരു VIP മമ്മി. മമ്മി എന്നെ വെയിറ്റ് ചെയ്യണ്ട, പോയി കിടന്നോളൂ. ഷോൺ വായിൽ വന്ന നുണയങ്ങ് പറഞ്ഞു. എന്നാൽ അതങ്ങ് വിളിച്ച് പറഞ്ഞൂടെ ഷോൺ? സോറി മമ്മി, ഇപ്പോഴാ സർജറി കഴിഞ്ഞേ. ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. പപ്പയുടെ കൂടെ പറഞ്ഞേക്ക്. നീ വല്ലതും കഴിച്ചോ ഷോൺ? കഴിച്ചു മമ്മി. ഷോൺ അത് പറഞ്ഞ് തീരും മുന്നേ മാഗി റെഡി എന്നും പറഞ്ഞ് നിദ്ര അങ്ങോട്ട് വന്നു. ഷോൺ അവളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചെങ്കിലും അവൾക്ക് മനസ്സിലായില്ല.
അവൻ താൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് കരുതി അവൾ തൊട്ടരികിൽ വന്ന് നിന്നു. ഡോക്ടറെ, മാഗി റെഡി ആയിട്ടോ? ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ അവിടുന്ന് കഴിക്കണോ? നിദ്ര അവൻ്റെ തൊട്ടരികിൽ വന്നതുകൊണ്ട് പറയുന്നുണ്ട്. ഷോൺ അന്നേരം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് അവളുടെ വാ പൊത്തി പിടിച്ചു. അവൾ കാര്യം അറിയാതെ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഷോൺ, അതെന്താ അവിടെ ഒരു സ്ത്രീ ശബ്ദം? ആരാത്? അവൾ എന്താ നിന്നോട് ചോദിച്ചത്? സാറ നെറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു. അത് മമ്മി, ഇവിടെ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വന്ന പെണ്ണാ. ഷോണിൻ്റെ പറച്ചിൽ കേട്ടതും നിദ്ര അവനെ കോർപ്പിച്ചു നോക്കി. ഇപ്പോഴും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. മുറി ക്ലീൻ ചെയ്യാൻ വന്ന പെണ്ണാണല്ലോ ഞാൻ, കാണിച്ചു തരാം എന്ന് മനസ്സിൽ പറഞ്ഞു. അവൾ അവൻ്റെ ആ കയ്യിൽ അമർത്തി കടിച്ചു. വേദന കൊണ്ട് അവൻ അവളെ നോക്കി കണ്ടുരുട്ടുന്നുണ്ട്. അവളാണെങ്കിൽ വിടുന്നതുമില്ല, സാറയാണെങ്കിൽ ഫോൺ വെക്കുന്നുമില്ല. എന്തേലും സംശയം തോന്നിയാലോ എന്ന് കരുതി അവനും കോൾ കട്ട് ചെയ്തില്ല. അവളുടെ കടി സഹിക്കാൻ പറ്റാതെ വന്നതും അവൻ ഫോൺ ചെവിയും തോളും കൊണ്ട് ഇറുക്കി പിടിച്ചു. മറുകയ്യാലെ അവളുടെ വയറിൽ വട്ടം ചുറ്റി പിടിച്ചു. അവളെ തന്നോടടുപ്പിച്ചു. ഒരു നിമിഷം നിദ്ര ശ്വാസം എടുക്കാൻ പോലും മറന്നിരുന്നു.